ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ്. ആലപ്പുഴയിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചേർത്തല സ്വദേശിയായ ഡോക്ടറുടെ പക്കൽ നിന്നും 7 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. വ്യാപാരിയുടെ കയ്യിൽ നിന്നും ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ 61 ലക്ഷം തട്ടിയെടുത്തു. വടക്കൻ കേരളം കേന്ദ്രീകരിച്ചുള്ള കണ്ണികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഒരു ഡോക്ടറുടെ പക്കൽ നിന്നും 7 കോടി രൂപ, അതും സൈബർ തട്ടിപ്പിലൂടെ തട്ടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഈ സൈബർ തട്ടിപ്പിന്റെ കെണിയിൽപ്പെടുക. ഇത് ഏതെങ്കിലും ഓൺലൈൻ ട്രേഡിങ്ങിലൂടെയാണോ ഇവർക്ക് പണം നഷ്ടമായത്? എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഒരു കഥ എങ്ങനെയാണ് പുറത്തു വന്നത്? നമുക്ക് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിഭീകരമായ കണക്കുകൾ ഈ കേസുകളും ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിവേഗത്തിൽ കേസുകൾ പെരുകുന്ന ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ 1930 എന്നുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പോലീസിന് ആരംഭിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തട്ടിപ്പിന് ഇരയാകുന്നവർ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഈ പോലീസിന്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏതെങ്കിലും ഒരു തരത്തിൽ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഈ കേസുകളുടെ എണ്ണം അത്രമേൽ പെരുകിയത് കൊണ്ടാണ് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തുറക്കത്തക്ക വിധത്തിൽ ആലപ്പുഴ ജില്ലയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ആ കേസുകൾ വരുന്നതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് വീട്ടമ്മയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 12 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളത്. ഈ പെൺകുട്ടി അവളുടെ വീട് വിറ്റ പണമാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ആദ്യം അവൾക്കൊരു ടാസ്ക്, അതായത് ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജ് വഴിയാണ് ഒരു വീഡിയോയിൽ സൈഡായി ഒരു പരസ്യം പോലെ വന്നതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അതിനുശേഷം അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ വാട്സപ്പിൽ ഒരു ലിങ്ക് നൽകുന്നു. വാട്സപ്പിൽ ആ ലിങ്ക് നൽകി അതിനകത്ത് ആദ്യം ഈ പെൺകുട്ടിക്ക് നൽകുന്നത് ഒരു ടാസ്ക് ചെയ്യാനായാണ് അവർ ഫസ്റ്റ് കൊടുക്കുന്നത്. ഈ ടാസ്ക് എന്ന് പറയുന്നത് ചില ഹോട്ടലുകൾ, അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇവയുടെ ലിസ്റ്റുകൾ നൽകും. ഇവയ്ക്ക് നമ്മൾ റേറ്റിംഗ് നൽകണം. അങ്ങനെ റേറ്റിംഗ് നൽകിയാൽ പണം നൽകും എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്കായി ഈ യുവതിക്ക് കൊടുക്കുന്നത്. തുടർന്ന് ഇവർ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് 200 രൂപ പ്രതിഫലമായി ഇവർ നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ 4300 രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. അതായത് 3000 രൂപ ഇവർ അടയ്ക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ പ്രതിഫലവും കൂടെ ചേർത്ത് 4300. എങ്ങനെയാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പണം അങ്ങോട്ട് അടച്ചിട്ട് ഇങ്ങോട്ട് പണം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. ടോം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ ഇത്തരത്തിലൊരു കെണിയിൽ വീഴുന്നു, മറ്റൊരു വീട്ടമ്മയായ ആൾ ഇത്തരത്തിൽ വീഴുന്നു, ഒരു ഇൻഫോസിസ് ജീവനക്കാരി, ഒരു ബാങ്ക് മാനേജർ. ഇവരുടെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇവരൊക്കെയും ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളവരാണ്. അതായത് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 17 കേസുകൾ, ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ 7 കോടി രൂപയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 7 കോടി രൂപയുടെ കേസിലേക്ക് പോകുമ്പോൾ ആ കേസിലെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഡോക്ടർക്ക് ഒരു സൈറ്റ് വഴി ഓൺലൈൻ ട്രേഡിംഗ്, അതായത് ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി ട്രേഡിംഗ് നടത്തിയാൽ അതിന്റെ ഗുണവശങ്ങൾ, ലഭിക്കുന്ന പണം, അത്തരം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവർക്ക് ഒരു വെബ്സൈറ്റിലൂടെ ഒരു പരസ്യം ലഭ്യമാകുന്നു. മാത്രമല്ല ഇവർക്ക് മെയിൽ മുഖാന്തരവും വാട്സപ്പ് മുഖാന്തരവും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ലഭ്യമാകുന്നു. തുടർന്ന് ഈ ഡോക്ടർ 3 മാസത്തോളം അതിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു. വൻ ലാഭം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ട്രേഡിംഗ് ആരംഭിക്കുന്നത്. ആദ്യം 50,000 രൂപയ്ക്ക് തുടങ്ങിയതാണ്. പിന്നീട് അത് 7 കോടി രൂപ വരെ ലാഭമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ഇത്രയും തുകയായപ്പോഴത്തേക്കും ഡോക്ടർ അത് പിൻവലിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ പിൻവലിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഇതിലെ തട്ടിപ്പ് മനസ്സിലാകുന്നത്. അതുവരെ ഇവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നു എന്നാണ്, അക്കൗണ്ടിലല്ല, ഇവർക്ക് ഇത്ര ട്രേഡിംഗിൽ, ഇത്ര ഷെയറിൽ ഇത്ര ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന അടക്കമുള്ള മെസ്സേജുകളും കൃത്യമായ സ്ക്രീൻഷോട്ടുകളും എല്ലാം ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്. ഒട്ടും വിശ്വാസ്യത ചോരാത്ത രീതിയിലാണ് കാര്യങ്ങളെല്ലാം നടന്നുപോയത്. ഈ വീട്ടമ്മയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വീട്ടമ്മയ്ക്ക് ഈ ആദ്യഘട്ടത്തിൽ വാട്സപ്പിലായിരുന്നു ഈ ഗ്രൂപ്പ് ചാറ്റ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർ പറയുന്നു വാട്സപ്പ് ക്ലോസ് ചെയ്യുക, വാട്സപ്പിൽ ഉണ്ടാവില്ല. പിന്നീട് ടെലിഗ്രാം ആപ്പ് വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം
ചാറ്റും ഈ ഗ്രൂപ്പ് ചാറ്റുകളും എല്ലാം പോയത്. പിന്നെ 5 പേർ ചേർന്നുള്ള ഒരു സംഘമായി ഇതിനെ മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ ഡോക്ടർക്ക് സംഭവിച്ചത് ഇതിന്റെ അവസാന ഘട്ടത്തിൽ പണം ആവശ്യപ്പെട്ട് പണം പിൻവലിക്കാനായി താൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ടാണ് ഭീഷണി ഉണ്ടായത്. ഈ പണം കിട്ടണമെങ്കിൽ 2 കോടി തരണം എന്നടക്കമുള്ള അവരുടെ, അതായത് ഇവർക്കൊരു ലാഭവിഹിതം കൊടുക്കണമെന്ന് ഇവർ ആദ്യം തന്നെ ഈ ബന്ധപ്പെടുന്ന ആളുകൾ പറഞ്ഞിരുന്നു. മലയാളികളായ ആളുകളൊന്നും അല്ല ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലാഭവിഹിതം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പിന്നീട് ഭീഷണിയായി തർക്കമായി അവസാനമാണ് ഡോക്ടർക്ക് മനസ്സിലാകുന്നത് തന്റെ പണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഈ നമ്മൾ ഇപ്പോൾ വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ആ വീട്ടമ്മയുടെ കേസിനകത്ത് ഇപ്പോൾ 4 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഇവർ മലപ്പുറം സ്വദേശികളാണ്. ഇവരുടെ പേര് വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഉമർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് ഷഹീദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ മലപ്പുറം മഞ്ചേരി സ്വദേശികളാണ്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കാര്യമെന്ന് പറയുന്നത് ഈ 12 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ശേഷം ഈ ക്യാഷ് വിഡ്രോവൽ, അതായത് ഓരോ ഘട്ടത്തിലും ഇവരെ മാനസികമായ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നമുക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇത്രയും പണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ വ്യാപകമായി തട്ടിപ്പ് നടന്നിട്ട് 300-ലധികം കേസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം. അതായത് ഇവരെ 50,000 കൊടുത്താൽ ഒരുമിച്ച് ക്യാഷ് മറ്റേ ക്യാഷ് കൂടെ ചേർത്ത് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരോട് പറഞ്ഞ് 12 ലക്ഷം രൂപയോളം അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നത്. ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി ഈ സൈബർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ബാങ്കിംഗ് മേഖലയിലുള്ള ആള് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര വിശ്വസനീയമായ രീതിയിലാണ് ഇവർക്ക് ഈ ഡീലിംഗ്സ് നടത്തുന്നത്. ഇതിൽ വേറെ കുറെ കൗതുകരമായ കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് ഉമർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് ഷഹീദ്. ഇവരെ മഞ്ചേരി സ്വദേശികളാണ്, മലപ്പുറത്തുള്ള. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാഷ് വിഡ്രോവൽ, മഞ്ചേരിയിലെ ഫെഡറൽ ബാങ്കിൽ ഒരു ക്യാഷ് വിഡ്രോവൽ നടന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇവർ പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. അതിൽ തന്നെ ബാങ്കിന് ഇത്രയധികം തുക വരികയാണ്. ഈ ഫെഡറൽ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിന് ഫെഡറൽ ബാങ്ക് എല്ലാ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത്രയധികം ക്യാഷ്, അതായത് ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ പരിശോധിച്ചപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ആ അക്കൗണ്ടിലേക്ക് 31 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതായത് ഈ കൂട്ടത്തിൽ ഈ അറസ്റ്റിലായ ആളുകൾ അക്കൗണ്ട് എടുത്ത് നൽകിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവരോട് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ എടുത്ത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവർക്കെല്ലാം ഗൾഫ് പശ്ചാത്തലമുണ്ട്, സൗദിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവർ പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ട് എടുത്ത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് എന്നാണ് ഇവർ നൽകിയിരിക്കുന്നത്. ആർക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരം നൽകാനായി പോലീസ് കൃത്യമായി കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഓരോ ട്രാൻസാക്ഷനും 5000 രൂപ. അതാണ് ഏറെ അന്വേഷിക്കേണ്ട, പരിശോധിക്കേണ്ട ഒരു വിഷയം ശരണ്യ. കാരണം ഈ മലയാളി ബന്ധം, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നും പിടിയിലായ, മലപ്പുറം മഞ്ചേരിയിൽ നിന്നും പിടിയിലായ പ്രതികൾ, അവർ ഒരു കണ്ണികൾ മാത്രമാണ്. അതുപോലെ നിരവധി ആളുകൾ അവരുടെ അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഈ ഓൺലൈൻ തട്ടിപ്പിനെ നിയന്ത്രിക്കുന്ന സംഘത്തിലേക്ക് എത്താൻ കഴിയുമോ? ഒരുപക്ഷെ അവിടെ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ മുതൽ തന്നെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കേസിന്റെയും അന്വേഷണം എത്തേണ്ടത് ആരിലേക്കാണ്? ഈ വടക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മാഫിയയിലേക്കാണോ? കേസിനകത്ത് നല്ല അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പണം പിൻവലിക്കുന്ന പണം, അതായത് ഉമർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് ഷഹീദ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിനകത്ത് ഒരാളുടെ പിതാവിന് പണം കൈമാറിയിട്ടുള്ളതായി വിവരം ലഭ്യമായിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. അതായത് ഇപ്പോൾ പോലീസ് തിരയുന്നത് അലി അക്ബർ, മോങ്ങം മൊറയൂർ സ്വദേശിയായ അലി അക്ബറിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും, CPM-ലെ ആണെങ്കിലും കോൺഗ്രസിലെ ആണെങ്കിലും ഒക്കെ നിരോധിത സംഘടനകളുടെ ആളുകളും ഒക്കെയായി ഈ കേസുകൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ബീരൻകുട്ടി എന്നുള്ള ആളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ പശ്ചാത്തലവും അന്വേഷിക്കും. പോലീസ് നിന്നത്തെ നല്ല സംശയമുണ്ട്. കാരണം ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. സാധാരണ ദൈനംദിനം കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് കേസുകൾ അവർക്കുണ്ട്. ആ കേസുകളുടെ കൂട്ടത്തിൽ ഈ കേസുകൾ അന്വേഷിച്ചു പോയാൽ അത് വേണ്ട വിധത്തിൽ ഫലപ്രദമായ രീതിയിൽ പോകില്ല. കാരണം കേസുകളുടെ ഒരു എണ്ണം അത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്പെഷ്യൽ ടീം അത് കോർഡിനേറ്റ് ചെയ്ത് അത്തരത്തിലൊരു അന്വേഷണം ഇതിലേക്ക് പോകേണ്ട സാഹചര്യം ഉള്ള കേസുകളാണ്. പ്രത്യേകിച്ച് ഈ പണം എവിടെ പോകുന്നു? കാരണം വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലല്ല എന്നുള്ളതാണ്. പലതും മലേഷ്യയും സിംഗപ്പൂറും അടക്കമുള്ള ഇടങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളാണ്. എല്ലാവർക്കും വിദേശ പശ്ചാത്തലമുണ്ട്. അതായത് പ്രതികളായിട്ടുള്ള ആളുകൾ സൗദിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. ഇവർക്ക് ആ പ്രാഥമിക കാര്യം മാത്രമേ ഉള്ളൂ, പണം എങ്ങോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ച്. ഇവർ വിഡ്രോ ചെയ്ത് ബീരാൻകുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ബീരാൻകുട്ടി ഒളിവിലാണ്. ബീരാൻകുട്ടിയുടെ കയ്യിൽ നിന്ന് എങ്ങോട്ടാണ് ഇത്രയും വലിയ തുക
പോകുന്നത് എന്നുള്ളത്. ഈ 31 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ആലപ്പുഴയിലെ കേസ് മാത്രം ഏകദേശം 25 കോടി രൂപയോളം തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആലപ്പുഴ ഈ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ടുള്ള കേസുകളിൽ തന്നെ 25 കോടിയോളം തട്ടിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലൊരു വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ട് ഇത്രയും വലിയ തുക ഇപ്പൊ ഫെഡറൽ ബാങ്കിലാണെങ്കിൽ അവിടെ ബാങ്കിൽ പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവർ ഈ നമുക്കറിയാലോ, സ്വാഭാവികം നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഇത്രയധികം തുക ഒറ്റ ദിവസം കൊണ്ട് അതായത് 10 ദിവസം കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് പിന്നെ ഫ്രീസ് ആവുകയാണ്. അപ്പൊ ഇത്രയധികം തുക വന്നു കഴിഞ്ഞാൽ ഇത് അസ്വാഭാവികമായ ഒരു പോലീസിനെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ അത്തരം ഒരു റിപ്പോർട്ടും ഈ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതികളെ അന്വേഷിച്ച് ചെന്നപ്പോൾ പോലീസ് അവിടെ തിരഞ്ഞെത്തിയിരുന്നു എന്നുള്ളത് ബാങ്കിലുള്ള ആളുകൾ ഈ പ്രതികളെ അറിയിച്ചിരുന്നു എന്നുള്ള വിവരം ഒക്കെ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. അത്തരത്തിൽ ഈ തുക, ഇത്രയും വലിയ തുക, അത് മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലീസിന് നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ 61 ലക്ഷം ഒരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചില്ലേ, ആ കേസ് ആണ്. അത് മറ്റൊരു രീതിയിലുള്ള കേസാണ്. അതായത് ഇതെല്ലാം ഒരേ ദിവസങ്ങൾ, അടുത്തടുത്ത ദിവസങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ചേർത്തലയിലെ വ്യവസായിക്ക് ഒരു ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ഒരു കോൾ വരുന്നു. അത് കേന്ദ്ര ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞാണ് കോൾ വരുന്നത്. പറയുന്നത് താങ്കളുടെ സിം കാർഡ്, താങ്കളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരു സിം കാർഡ് എടുത്തിട്ടുണ്ട്, അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താങ്കൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും, അതായത് രാജ്യദ്രോഹ കുറ്റം ചെയ്തു അടക്കമുള്ള നിയമ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഇവരെ ബന്ധപ്പെടുന്നത്. ഓൺലൈനായി വാറണ്ട് നൽകുന്നു. ഒപ്പം തന്നെ 2 മണിക്കൂറോളം ഈ വ്യവസായി ഇവർ ചോദ്യം ചെയ്യാനായി യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ വീഡിയോ കോൾ മുഖാന്തരം ഇരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ പിന്നീടാണ് ഈ കേസിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ തുക നൽകണം, പണം നൽകണമെന്ന്. വ്യവസായി സത്യം പറഞ്ഞാൽ അത്തരത്തിൽ ഇതിനെ കൂടുതലായി ചിന്തിക്കാനോ അതായത് 2 മണിക്കൂർ അവരെ ആ വീഡിയോ കോൾ ചോദ്യം ചെയ്യുന്നുള്ള അത്രയും സമ്മർദ്ദത്തിലൂടെ കടന്നുപോവുകയും ഇവർ ആവശ്യപ്പെട്ട തുക നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. 61 ലക്ഷം രൂപയോളം അവരെ അത്തരത്തിൽ മാനസികമായി കീഴടക്കി അപ്പൊ തുക വാങ്ങാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ചെറിയ സംഭവമല്ല എന്നുള്ളതാണ്. ഈ യൂണിഫോമിലടക്കം ഇങ്ങനെ ഒരു വാറണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ വാറണ്ട് അയക്കുന്നു. അതാണ് ഇതൊരു ചെറിയ സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസ്ഥാനത്തെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. 2023 ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള കണക്കുകളായിരുന്നു. അതിൽ മെയ് മാസത്തിൽ മാത്രം 181 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് സംസ്ഥാനത്ത് നടന്നു. ഏകദേശം ഡിസംബർ മുതലുള്ള 6 മാസ കാലയളവിൽ സംസ്ഥാനത്ത് 500 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതിൽ എടുത്തു പറയേണ്ടത് വലിയ ചെറിയ തുക മാത്രമാണ് തിരിച്ചുപിടിക്കാൻ കഴിയുന്നത്. മെയ് മാസത്തിൽ 181 കോടി രൂപ തട്ടിയെടുത്തുവെങ്കിൽ 1,25 ലക്ഷം രൂപ മാത്രമാണ് വീണ്ടെടുക്കാൻ ഈ തട്ടിപ്പ് സംഘത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഈ പരാതിയുമായി ആളുകൾ പോലീസിനെയോ അല്ലെങ്കിൽ സൈബർ സെല്ലിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ട്? ഇത് ചില കേസുകളിൽ പ്രതികളെ പിടികൂടാൻ കഴിയുന്നുണ്ട്, അതും ഒരറ്റത്തുള്ള ആളുകളെ മാത്രം. ഈ കേസിന്റെ പ്രധാനികളിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ തട്ടിയെടുത്ത പണം തിരികെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ടോം, ഈ തട്ടിയെടുത്ത പണം തിരികെ ലഭിക്കുന്നതിനപ്പുറം ഈ പണം എവിടെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്താവശ്യങ്ങൾക്കായാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിനെ തന്നെ കുഴക്കുന്ന ഒരു വലിയ ചോദ്യമായി മാറും എന്നുള്ളതാണ്. കാരണം ഈ പണം എങ്ങോട്ട് പോയി അതിന്റെ സോഴ്സ് കണ്ടെത്താനായി കഴിയുന്നില്ല. വിഡ്രോവൽ നടന്നതായി പലയിടത്തും കാണുന്നുണ്ട്. പക്ഷേ ഈ സോഴ്സ്, ഈ പണം ആരുടെ കൈവശമാണുള്ളത്, അവർ എങ്ങോട്ട് പോയി എന്നുള്ളൊരു അന്വേഷണ സംഘമൊക്കെ ബോധപൂർവ്വം മറച്ചു വെക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ അതിനകത്ത് ചില അസ്വാഭാവികതകൾ ഈ കേസുകളുടെ തുടക്കം മുതൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 61 ലക്ഷം രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായവര് കോഴിക്കോട് സ്വദേശികളായ മിഥിലാജ്, നിബിൽ, റിസ്വിൻ, എബിൻ ജോസ് എന്നിവരാണ്. ഇതിൽ ഈ റിസ്വിന്റെ അക്കൗണ്ട് വാടകയ്ക്കാണ് എടുത്തിട്ടുള്ളത്. റിസ്വിന്റെ അക്കൗണ്ടിൽ നിന്നും വരുന്ന പണം കൈകാര്യം ചെയ്തിരുന്നവരാണ് ഈ മിഥിലാജ്, എബിനൊക്കെ. പക്ഷേ ഇവർ നമ്മൾ അന്വേഷണ സംഘത്തോട് ചോദിക്കുമ്പോഴും ഈ പണം എങ്ങനെയാണ് ഇവർ മാറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം അവർക്കാർക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ രീതിയിലുള്ള ഒരു സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷിക്കേണ്ട കേസുകൾ തന്നെയാണ് എന്നുള്ളതാണ്
പണം നമുക്ക് വരുന്ന പണത്തിന്റെ അളവ് കണ്ടാൽ ഞെട്ടിപ്പോവും. അത്തരത്തിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഴുന്ന പണം വിഡ്രോ ചെയ്യപ്പെട്ടതിന് ശേഷം ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക തന്നെ വേണം. അത് കണ്ടെത്താൻ നമ്മുടെ ഈ സാധാരണ ദൈനംദിന കേസുകളുമായി മുന്നോട്ട് പോകുന്ന സാധാരണ പോലീസ് വ്യക്തമാണ്. സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി ഇതുപോലുള്ള തട്ടിപ്പിനെ കുറിച്ച് വിവരങ്ങൾ കൈമാറി. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളാണ്. പല രീതിയിലുള്ള തട്ടിപ്പുകൾ, AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള തട്ടിപ്പുകൾ അടക്കം, ഓൺലൈൻ ട്രേഡിങ്, അങ്ങനെ വിദ്യാസമ്പന്നർ പോലും ഇതിന്റെ ഇരകളാകുന്നു. പരാതി കൊടുത്താലും പലപ്പോഴും കേസ് അന്വേഷണം വഴിമുട്ടുന്ന അവസ്ഥ പോലുമുണ്ട്. ഏറെ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ കാണേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.